പാലക്കാട് ദേശീയപാത ഉപരോധിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ ഷാഫി പറമ്പിൽ എംപിക്ക് അറസ്റ്റ് വാറണ്ട്. പാലക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഷാഫിയെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ ഉത്തരവിട്ടത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി എംപിയുടെ ഓഫീസ് SFI പ്രവർത്തകർ തല്ലിത്തകർത്തെന്നാരോപിച്ച് 2022 ജൂൺ 24 ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധിച്ചിരുന്നു. ഈ സമരത്തിനിടെ എടുത്ത കേസിലാണ് നടപടി. സച്ചിൻ വള്ളിക്കാട് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സച്ചിൻ, എന്താണ് വിവരങ്ങൾ? ഹർഷൻ സനീഷ്, പാലക്കാട് കസബ പോലീസാണ് 2002 ദേശീയപാത ഉപരോധിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ഷാഫി പറമ്പിൽ MP അടക്കമുള്ള പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. അതായത് 2022 വയനാട് MP രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് SFI പ്രവർത്തകർ അടിച്ചു തകർത്തിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടന്നിരുന്നു. അതുപോലെ അതിൻ്റെ ഭാഗമായി തന്നെയായിരുന്നു പാലക്കാട് ജില്ലയിലും യൂത്ത് കോൺഗ്രസിൻ്റെ അന്നത്തെ അധ്യക്ഷനായിരുന്ന ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിൽ പാലക്കാട് ദേശീയപാത ഉപരോധിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിലാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ MPക്ക് അറസ്റ്റ് വാറന്റ് കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത്. പ്രധാനമായും കഴിഞ്ഞ ദിവസം ഈ കേസിലെ പ്രതികളെല്ലാം കോടതിയിൽ ഹാജരായിരുന്നു. ഇന്ന് LDFനൊപ്പം CPMനൊപ്പമുള്ള P സരിൻ അടക്കമുള്ളവർ ഈ കേസിൽ പ്രതിയാണ്. P സരിൻ 9ാം പ്രതിയാണ്. ഷാഫി പറമ്പിലാണ് 1ാം പ്രതി. P സരിൻ അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരായി 500 രൂപ പിഴയും കോടതി കഴിയും വരെ തടവും ശിക്ഷയും അനുഭവിച്ചിരുന്നു. എന്നാൽ ഷാഫി പറമ്പിൽ MP കോടതിയിൽ ഹാജരായില്ല. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ MPക്ക് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. സ്വാഭാവിക നടപടിക്രമം മാത്രമാണ്. അതിനാൽ തന്നെ ഈ മാസം 24 കോടതിയിൽ ഹാജരാകണം എന്നതാണ് ഈ അറസ്റ്റ് വാറന്റിൽ പറയുന്നത്. നിലവിൽ ഷാഫി പറമ്പിൽ അടക്കമുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ് ദേശീയപാത ഉപരോധിച്ച കേസിൽ പ്രതികളായിട്ടുള്ളത്. അതിൽ ഷാഫി പറമ്പിലാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാവാതിരുന്നത്. അതിൻ്റെ ഒരു സ്വാഭാവിക നടപടിക്രമം എന്ന രീതിയിലാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ MPക്ക് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. സച്ചിനാണ് വിവരങ്ങൾ നൽകിയത്. അതൊരു സ്വാഭാവിക നടപടിക്രമമാണ്. ഇത് പതിവായി രാഷ്ട്രീയ നേതാക്കൾക്ക് സംഭവിക്കുന്നതുമാണ്. അങ്ങനെ മാത്രത്തിലുള്ള രാഷ്ട്രീയ പ്രാധാന്യം സ്വാഭാവികമായിട്ട് വാർത്തകളുണ്ട്. നമുക്ക്